നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാലോ അല്ലേ? നിത്യമോൾക്ക് എല്ലാം കേൾക്കാം, എല്ലാം അറിയുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്യാനാവുന്നില്ല എന്ന് മാത്രം. വിധി അല്ലാതെ എന്തു പറയാൻ? വാങ്ങിയ വിധിയെന്നും പറയാം. ചിലര് സമ്മാനിച്ച വിധിയാണെന്നും പറയാം. ഒരാളുടെ വക സമ്മാനമല്ലല്ലോ, ഒന്നിലധികം പേരെ സമ്മാനമല്ലേ. ദേവിക ഞാനും സിദ്ധു ഒഴിച്ച് ബാക്കി എല്ലാവരും മുറിയുന്നു പോയി. അതെന്താ മനോഹര അത്തരം ഒരു വർത്തമാനം? ഞങ്ങളിവിടെ നിന്നാലെന്താ? ഞങ്ങളെന്താ രണ്ടാം തരക്കാരോ? തരവും തരപ്പടി നോക്കിയല്ല പറഞ്ഞത്. നിത്യമോളെ ആവി കൊണ്ട് നീറി പോഞ്ഞ് കിടക്കുക. അതിനിടെ ഒരു ആൾക്കൂട്ടം വേണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാ. ഒരു കാല് മാത്രമുള്ളവൻ ഒളിമ്പിക്സ് കീഴടക്കുന്നില്ലേ? രണ്ട് കൈയില്ലാത്ത പെൺകുട്ടി കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്നതും കാർ ഓടിക്കുന്നതും കണ്ടിട്ടില്ലേ? ഇവിടിപ്പോ നിത്യമോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ഷോക്കേറ്റു, അത്രയേ ഉള്ളൂ. അതുടനെ മാറും. ആ പിന്നെ സില്ലുമോൾ അന്വേഷിച്ചു കേട്ടോ. നല്ല മോട്ടിവേഷണൽ കഥകളൊക്കെ നിത്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത്തരത്തിലുള്ള സ്പീച്ചുകൾ കേൾപ്പിക്കണം. ഇത്തരം ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്ത് വിജയം നേടിയവരുടെ വീഡിയോകൾ കാണിച്ചു കൊടുക്കണം എപ്പോഴും. അത് നിത്യയുടെ മനസ്സിലെ ആത്മവിശ്വാസം ആളി കത്തിക്കും. അല്ല, ന്യൂറോയിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടേഴ്സിനെ നിരഞ്ജൻ സാറിന് പരിചയം കാണുമല്ലോ. ഒരു ഒപ്പീനിയൻ ചോദിച്ചൂടായിരുന്നു? മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഡോക്ടർ കണ്ടതാ. വേണ്ട സഹായം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ എന്തോന്ന് ന്യൂറോ, നാട്ടു ചികിത്സ കൊണ്ട് വല്ലോ നടന്നാലേ ഉള്ളൂ. വല്ല ചവിട്ടിത്തിഴുമോ ഒഴിച്ചിലോ ഒക്കെ കൊണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല മുത്തശ്ശി. തൽക്കാലം അലോപ്പതി തന്നെ കണ്ടിന്യൂ ചെയ്യണം. കൈയും കാലും ഒക്കെ ചലിപ്പിച്ചു തുടങ്ങിയ പിന്നെ ഈ പറഞ്ഞതൊക്കെ പരീക്ഷിക്കാം. ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ചില വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ഞാനും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കുന്ന ആളുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ എനിക്ക് വിശ്വാസമുള്ളവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ വേണ്ട ചെയ്തോളാം. സുഷുമ്ന നാടിക്കേറ്റ ക്ഷതാണെന്നാ നിരഞ്ജൻ സാറ് പറഞ്ഞത്. അത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഏത് സുഷമ? എന്റെ അമ്മ സുഷമയല്ല, സുഷുപ്ന. അമ്മ അറിയാൻ മേലാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിക്കല്ലേ. മോനെ മോമ്പാ. എടി മിഴിച്ച് നിൽക്കാതെ അങ്ങോട്ടൊന്ന് പോ. അമ്മേ, ഇപ്പൊ ഡോക്ടറിന്റെ കാര്യം പറഞ്ഞുള്ള അവന്റെ വരവിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ചിലപ്പോ അവന് സ്വാധീനമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിത്യയ്ക്ക് മരുന്നൊന്നും കൊടുക്കാതെ ഇതേ അവസ്ഥയെ കടത്താനായിരിക്കും. അല്ലെങ്കിൽ ആശുപത്രി കടക്കെ വെച്ച് തീർക്കാനായിരിക്കും. ഇത് സിദ്ധാർത്ഥനും ദേവികയും നിരഞ്ജനും ചേർന്നുള്ള കളിയാ. അതിന് എന്റെ മോളെ ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? വിട്ടുകൊടുക്കരുത്. നീ വാ വാങ്ങോട്ട്.
ഇതാരാ ഇപ്പൊ ഇങ്ങോട്ട്? ഇത് മിസ്റ്റർ മനോഹരന്റെ വീടല്ലേ? അതെ, ഞാനാ മനോഹരൻ. അപ്പൊ വിലാസിനി ആരാ? ആ, ഇതെന്റെ അമ്മയാ. ആ, ഞാനാ വിലാസിനി. സതീഷ അതിങ്ങനെ ഓ, എന്ത്? ഇത് വിലാസിനിയുടെ പേരിലുള്ള ആധാരമല്ലേ? അയ്യോ, ഇതെന്റെ ആധാരം തന്നെയാ. ഞങ്ങളെ ഇതിന്റെ പേരിൽ പരാതി കൊടുക്കാൻ വില്ലേജ് ഓഫീസിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. കണ്ടോടാ മനോഹര, ഞാൻ വിളിക്കുന്ന ഭഗവതിക്ക് ശക്തിയുണ്ട്. ആധാരവും കൊണ്ട് ഭഗവതി ആളിനെ തന്നെ വീട്ടിലേക്ക് വിട്ടു. അമ്മച്ചി, ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത് ഭഗവതിയല്ല, ഞങ്ങളുടെ മുതലാളിയാ. ഞങ്ങള് ചിറക്കൽ ഫിനാൻസിൽ നിന്ന് വരിക. അതൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ്. സ്വർണവും ആധാരവും ഒക്കെ ഈടുവെച്ചിട്ട് പൈസ കൊടുക്കുന്ന സ്ഥാപനമാണ്. എന്നുവെച്ചാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഈ ആധാരം അവിടെ ആരെങ്കിലും ഈട് വെച്ചതാണോ? അതെ, ഈട് വെച്ചിട്ട് 12 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. 12 ലക്ഷം രൂപയോ? എന്റെ ഈശ്വര, 2 മാസത്തെ പലിശ കൃത്യമായിരുന്നു. പിന്നെ പലിശയും ഇല്ല, മുതലും ഇല്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇപ്പൊ കുടിശ്ശികയായിട്ട് 4-ാമത്തെ മാസമാണ്. 3 മാസം തിരിച്ചടവ് മുടങ്ങിയാൽ അക്കൗണ്ട് NP ആവുമെന്ന് അറിയാലോ. ഞങ്ങളെ വളരെ കൃത്യമായിട്ട് പോകുന്നൊരു ബാങ്കാണ്, അല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടപാടൊന്നുമല്ല. മനോഹര, എന്താടാ ഇത്? അതുകൊണ്ട് തന്നെ ഈ ആധാരത്തിന്റെ ഉടമയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനാ വന്നേ.